വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു ബീഫ് മക്രോണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഈ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. അതിൽ ബേ ലീവ്സ് ഉണ്ട്, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, കുരുമുളക്. ഈ സ്പൈസസ് നമ്മൾ മസാല ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് എടുത്ത് മാറ്റുക കേട്ടോ, ഈ ബേ ലീവ്സൊക്കെ. പിന്നെ വേണ്ടത് ഒരു സവോള, കുറച്ച് വെളുത്തുള്ളിയും ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാപ്സിക്കാണ്. ഞാൻ ഇവിടെ ഗ്രീൻ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. മാർക്കറ്റിൽ പല കളേഴ്സും അവൈലബിൾ ആണ്. റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്യാപ്സിക്കം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സ്പ്രിംഗ് അണിയൻസ് ആണ്, അതും ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മിൻസ്ഡ് ബീഫാണ്. ഇത് നല്ലോണം ക്ലീനാക്കി കഴുകിയിട്ട് ഞാൻ വെള്ളം സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ വേണ്ടത് മക്രോണിയാണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് വേണം. പിന്നെ സോയാ സോസും ഒലീവ് ഓയിലും. നമ്മളത് ഒലീവ് ഓയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ചീസും വേണം. ഞാൻ ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം കേട്ടോ. ആദ്യം ഒരു പാൻ എടുക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. ഗാർലിക്ക് മൂത്ത് വരുമ്പോൾ നമ്മൾ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ നെക്സ്റ്റ് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഒലീവ് ഓയിലും സോൾട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ മക്രോണി കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഒരു മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ സവോള അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കശ്മീരി മുളക് പൊടി അവൈലബിൾ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കളർ ഉണ്ടാവുമായിരിക്കും. ഇനി പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം, സ്പ്രിംഗ് അണിയൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിൻസ്ഡ് ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം 3 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കുറച്ച് സോയാ സോസും, അതായത് 1 ടീസ്പൂണൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ മസാലയ്ക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പുളി അധികം ആവാൻ പാടില്ല. ഇത് രണ്ടും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ബീഫ് മീൻസ് കുക്കാവാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കാം. മിൻസ്ഡ് ബീഫ് കുക്കാവാൻ വേണ്ടിയിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് എടുത്തു. അപ്പോൾ നിങ്ങൾ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് മൂടി തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ. അതുപോലെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ മക്രോണി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചീസ് ഇടാം. ഞാൻ ഇവിടെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. മക്രോണി നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരെണ്ണം എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ആ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒലീവ് ഓയിൽ അതിൻ്റെ മുകളിൽ കൂടി വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പൊട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവില്ല. കുക്ക് ചെയ്ത മക്രോണി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബേ ലീവ്സ് ഇല്ലേ, അത് നമുക്ക് ജസ്റ്റ് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. മക്രോണി ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം നമ്മൾ ഇത് മിക്സ് ചെയ്യണം. കുറച്ച് സ്പ്രിംഗ് ഒണിയൻസും മസാല ചീസും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബീഫ് മക്രോണി ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരു മസ്റ്റ് ട്രൈ ആണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്